അതിലേക്ക് അപ്ലൈ ചെയ്യും, എഞ്ചിനീയർ അപ്ലൈ ചെയ്യും. ചിലപ്പോൾ അവനൊക്കെ കണ്ടമാന സീവിങ് വരും. അപ്പോൾ നമ്മൾ സീവിങ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. നമുക്ക് വേണ്ടത് HR എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ HR എക്സിക്യൂട്ടീവ് എന്ന സീവർ മൊത്തം സൈഡിൽ മാറ്റി വെച്ചു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒന്നുകിൽ മാറ്റി വെച്ചു, അല്ലെങ്കിൽ വലിയ കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ നമ്മൾ പിന്നീട് വെരിഫൈ ചെയ്തു. അപ്പോൾ ഇയാള് HR എക്സിക്യൂട്ടീവ് ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇയാൾ CV വേറെ സാധനം, അതും മാറ്റി. അങ്ങനെ 100ഓളം CV കിട്ടിയാൽ നമുക്കൊരു 25 നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം കുഴപ്പമില്ലാതെ ഇത് 10 മണി. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യണം, ഡാറ്റ വെരിഫൈ ചെയ്യണം. ഇയാൾ വെറുതെ എഴുതാണോ? അപ്പോൾ ഇന്ന കമ്പനിയാണ്, കമ്പനിക്ക് വിളിച്ചു. ഓക്കെ. പിന്നെ നമ്മൾ ഇന്റർവ്യൂ അയാളെ നമ്മൾ തീരുമാനിച്ചു. 10 ആൾക്കാരെ ഇന്റർവ്യൂ വിളിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ 8 ആൾക്കാർ. അവർക്ക് നമ്മൾക്ക് ഇന്റർവ്യൂ ലെറ്റർ അയക്കണം, ഇന്റർവ്യൂ കോൾ പോകണം HR ഡിപ്പാർട്ട്മെന്റിൽ.